ഗ്രന്ഥസമീക്ഷയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തി നേടിയ നോവലായ ദി കവനൻ്റ് ഓഫ് വാട്ടറിൻ്റെ രചയിതാവായ ഡോക്ടർ എബ്രഹാം വർഗീസ് കേരളത്തിൽ നിന്നുള്ള മാതാപിതാക്കൾക്ക് എത്യോപ്യയിൽ ജനിച്ച് ഒരു ഡോക്ടറും വിദ്യാഭ്യാസ വിചക്ഷണനും ഏറെ പ്രശംസ നേടിയ ബെസ്റ്റ് സെല്ലർ എഴുത്തുകാരനുമായി മാറിയ പ്രമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമയും ആരോഗ്യ സംരക്ഷണത്തിലെ ബെഡ്സൈഡ് മെഡിസിനും മനുഷ്യബന്ധത്തിനും വേണ്ടി വാദിച്ചതിന് പേരുകേട്ട സ്റ്റാൻഫോർഡ് സ്കൂൾ ഓഫ് മെഡിസിനിലെ പ്രൊഫസറും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലവും മാതാപിതാക്കളുടെ അനുഭവങ്ങളും US-ലെ ജീവിതവും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ മൈ ഓൺ കൺട്രി, അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായ കട്ടിംഗ് ഫോർ സ്റ്റോൺ തുടങ്ങിയ കൃതികളും ഉൾപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്ത നോവലായ ദി കവനൻ്റ് ഓഫ് വാട്ടർ ഗ്രന്ഥസമീക്ഷയിലൂടെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. കുറേ അധ്യായങ്ങളിലായി 3 തലമുറകളുടെ കഥ വിവരിച്ചിരിക്കുന്ന ദി കവനൻ്റ് ഓഫ് വാട്ടറിൻ്റെ ഒരു ത്രെഡ് ആദ്യമേ പറഞ്ഞ ശേഷം ഓരോ അധ്യായത്തെപ്പറ്റിയും ചെറുതായി വിവരിക്കാം. ജല ഉടമ്പടി എന്ന തലക്കെട്ടും നോവലിൽ പറയുന്ന കാര്യങ്ങളും വെള്ളവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ആദ്യമേ പറയട്ടെ. ഗ്രന്ഥത്തിൻ്റെ പ്രമേയം തലക്കെട്ടുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പരിശോധിക്കുമ്പോൾ ഒരു ഉടമ്പടി എന്നത് ഏതാണ്ട് പവിത്രമായ, അതായത് ബൈബിൾ സംബന്ധമായ വിശ്വാസവും കീഴടങ്ങലും നിർദ്ദേശിക്കുന്നുണ്ട് എന്നതും ഓർക്കേണ്ടതുണ്ട്. മറിയ എന്ന പെൺകുട്ടിയുടെ ഭർതൃകുടുംബത്തിലെ ജലമയമായ വിധിയുടെ സ്വാധീനത അഥവാ സ്വീകാര്യത അവരുടെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതാണ് ഈ ഗ്രന്ഥത്തിൽ എടുത്തു കാട്ടിയിരിക്കുന്നത്. രണ്ടും തങ്ങളെക്കാൾ വലിയ ശക്തികൾക്ക് കീഴടങ്ങുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന് പറയാം. കേരളത്തിലെ സമൃദ്ധമായ കായലുകളിൽ വെള്ളം ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നു. പക്ഷേ മുങ്ങിമരണത്തിലൂടെ അത് ജീവിതത്തെ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. അധ്യായം 1 ഈ വിരോധാഭാസം ദൃശ്യമാണെങ്കിലും പെൺകുട്ടിയുടെ ഭർതൃകുടുംബത്തിൻ്റെ കഥയിൽ വെള്ളം ഒരു ദാതാവും സ്വീകരിക്കുന്നവനുമായിട്ടാണ് കാണിക്കുന്നത് എന്നതിനാൽ അധ്യായം 1 മുതൽ നിഷ്കളങ്കത, വിധി, പ്രതിരോധശേഷി എന്നിവ ഗ്രന്ഥത്തിൻ്റെ തലക്കെട്ടുമായും പ്രമേയവുമായും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും പറയേണ്ടതുണ്ട്. പെൺകുട്ടി ഭർതൃകുടുംബത്തിൻ്റെ ജലവുമായുള്ള അജ്ഞാതമായ ഉടമ്പടിയിലേക്ക് അറിയാതെ പ്രവേശിക്കപ്പെടുകയാണ്. നോവലിൻ്റെ തുടക്കം മുതൽ സ്നേഹം, നഷ്ടം, സഹിഷ്ണുത എന്നീ പാരമ്പര്യങ്ങളുടെ ഒരു പ്രതീകമായി ജലം പ്രവർത്തിക്കുന്നുമുണ്ട്. നോവലിലെ ജലത്തിൻ്റെ പ്രതീകാത്മകത, അതായത് ഓരോ തലമുറയിലും ഒരു മുങ്ങിമരണം എന്നത് കുടുംബത്തിൻ്റെ പാരമ്പര്യ ശാപത്തിൻ്റെയും അനിവാര്യമായ വിധിയുടെയും പ്രതീകമാക്കി നോവലിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇവിടെ വെള്ളം തുടർച്ചയെയും അപകടത്തെയും പ്രതിനിധീകരിക്കുന്നു. തലമുറകളായി ആ കുടുംബത്തിലെ അംഗങ്ങൾ വെള്ളത്തോടുള്ള അവ്യക്തമായ ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. നദികളും കിണറുകളും മരണത്തിൻ്റെ പ്രതീകങ്ങളായി മാറുന്ന അവരെ സംബന്ധിച്ചിടത്തോളം മുങ്ങിമരണം എന്നത് ഒരു അപകടമല്ല, മറിച്ച് വിധിയാൽ വധിക്കപ്പെടുന്നതിൻ്റെ ഒരു രൂപകമാണ്. അതേസമയം വെള്ളം അവർക്കും ജീവനും പോഷണവും കൂടിയാണ്. കാരണം കേരളത്തിലെ കായലുകൾ ഫലഭൂയിഷ്ടവും സുസ്ഥിര വരുമാന മാർഗവുമാണ്. അവ നെല്ല്, മത്സ്യം, വ്യാപാരം എന്നിവ കൊണ്ടുവരുന്നു. മാരകമാണെങ്കിലും വെള്ളം സമൂഹ ജീവിതത്തിൻ്റെ ഉറവിടം കൂടിയാണ് എന്നത് ദാതാവ്, സ്വീകരിക്കുന്നയാൾ എന്നീ നിലകളിലുള്ള അതിൻ്റെ ഇരട്ടപ്പങ്ക് കാണിക്കുന്നു. മരുന്ന്, ശുദ്ധീകരണം, പരിവർത്തനം എന്നിവയുമായും വെള്ളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് പിന്നീട് പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. വിധിയോട് പോരാടുന്ന ഇതിലെ കഥാപാത്രങ്ങൾ വെള്ളത്തിൽ രോഗശാന്തിയുടെയും കൃപയുടെയും നിമിഷങ്ങൾ കണ്ടെത്തുകയും അതിനെ പ്രതിഫലനത്തിൻ്റെയും വീണ്ടെടുക്കലിൻ്റെയും സ്ഥലമാക്കി മാറ്റുകയും ചെയ്യുന്നു. ജല ഉടമ്പടി എന്ന തലക്കെട്ട് കുടുംബത്തിനും വെള്ളത്തിനും ഇടയിലുള്ള ബന്ധം എന്ന ഒരു ആത്മീയ ഉടമ്പടി അല്ലെങ്കിൽ കരാറിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ കുടുംബത്തിന് വെള്ളത്തിൻ്റെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, പക്ഷേ അവർക്കതില്ലാതെ ജീവിക്കാനും കഴിയില്ല. വെള്ളത്തെ ദുരന്തമായി മാത്രമല്ല
ജീവിതത്തിലെ നിഗൂഢതകളുമായുള്ള സ്വീകാര്യതയുടെയും അനുരഞ്ജനത്തിൻ്റെയും പ്രതീകമായും കഥയിൽ രേഖപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ ഭയത്തിൻ്റെയും വിധിയുടെയും നിഷേധാത്മക പ്രതീകത്തിൽ നിന്ന് സമത്വത്തിൻ്റെ, അതായത് ജീവിതം, മരണം, പരിവർത്തനം എന്നിവയുടെ പ്രതീകമായി വെള്ളം പരിണമിക്കുന്നുമുണ്ട്. വിധിയാൽ എല്ലാം തകർക്കപ്പെടുന്നതു മുതൽ അത് സഹിക്കാനും അതിൽ അർത്ഥം കണ്ടെത്താനും പഠിക്കുന്നതുവരെയുള്ള കുടുംബത്തിൻ്റെ ധനാത്മകമായ ജീവിതയാത്രയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. അടുത്തതായി 1-ാം അധ്യായത്തെപ്പറ്റി കുറച്ച് വിവരിക്കാം. താങ്ക് യു.